ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നയനിക്കുള്ള ആ കാറ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാണ്. അനന്തപുരിയിൽ എല്ലാവരും മുത്തശ്ശിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അനാമിക രേവതിയോട് പറയുന്നുണ്ട്, ഈ കിളവനും കിളവിയും ഇപ്പൊ എന്തിനാ അമ്മേ നമ്മളെല്ലാവരും ഇവിടെ വിളിച്ചു കൂട്ടിയേക്കുന്നത്? മോളെ, ഇയാളുടെ വിളിച്ചുകൂട്ടൽ കണ്ടിട്ട് എന്തോ കാര്യമായിട്ടുണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എന്തായാലും അമ്മേ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഈ കിളവിയോടും കിളവനോടുള്ള വിശ്വാസം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ മോളെ ഒന്ന് പയ്യെ പറ, ആരെങ്കിലും ഒക്കെ കേൾക്കും. അതേസമയം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനിപ്പോ എല്ലാരും വിളിച്ചു കൂട്ടിയേക്കുന്നത് എന്തിനാന്നറിയോ? അപ്പൊ ജയൻ പറയുന്നുണ്ട്, അച്ഛൻ ഒരു കാര്യമില്ലാതെ എന്തായാലും ഞങ്ങൾ വിളിച്ചു വരുത്തില്ല. അതേ ജയ, ഞാൻ ഒരാളുടെ കഷ്ടപ്പാടിന് കണ്ടറിഞ്ഞൊരു പ്രതിഫലം കൊടുക്കാൻ പോവാ. അപ്പൊ രേവതി പറയുന്നുണ്ട്, മോളെ, ഇയാൾ ആർക്കെന്തോ കൊടുക്കാൻ പോകുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്നാലും അമ്മേ, ആർക്കായിരിക്കും ഇത്? അറിയില്ല, എന്തായാലും അയാളിപ്പോ പറയും. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ ആദർശേ, നയനമോളം കൂട്ടി പോയിട്ട് പുറത്ത് ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വാ. അപ്പൊ അനാമിക രേവതിയോട് പറയുന്നുണ്ട്, ഓ, എല്ലാത്തിനും എന്തിനു ഇവളെ കൂട്ടി വിളിക്കുന്നത്? ഈ കിളവന് എല്ലാത്തിനും ഇവള് തന്നെ വേണം. അപ്പൊ രേവതി പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട, ആ കിളവന് അവളോടുള്ള സ്നേഹം നമ്മൾ ഇവിടെ നിൽക്കുമ്പോ പതിയെ പതിയെ കുറച്ചു കുറച്ച് കൊണ്ടുവരാം. അതൊക്കെ നടക്കും അമ്മേ. ആ കിളവന്റെയും കിളവിയുടെ മനസ്സിൽ പച്ച കുത്തിയ പോലെയാ അവള് പകർന്നു കിടക്കുന്നത്. അതൊക്കെ ശരിയാവും എന്റെ മോളെ. നിന്റെ അച്ഛനും അമ്മയെ ബുദ്ധിയിൽ കഴിവ് തെളിയിച്ചവരാ. ബുദ്ധിയിലല്ല, കുരുട്ട് ബുദ്ധിയില്. എങ്ങനെയായാലും മോളുടെ കാര്യം നടന്നാ പോരെ? എനിക്കത് മതി. അതേസമയം തന്നെ നയനി ആദർശം ആ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്റെ നയനമോൾക്കാ. അപ്പൊ തന്നെ ദേവ്യാനിയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് കാണണം, ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അതേസമയം തന്നെ നയനയുടെ പേര് കേട്ടപ്പോ തന്നെ അനാമികയ്ക്ക് ദേഷ്യം വരാണ്. അമ്മേ, കണ്ടില്ലേ, അവൾക്ക് തന്നെ ആ കിളവനെല്ലാം കൊടുക്കത്തുള്ളൂ. ഓ, എന്റെ മോളെ ഒന്ന് പയ്യെ പറ, ആരെങ്കിലും കേൾക്കും. അവൾ എടുത്തോട്ടെ, അവക്ക് കിട്ടുമ്പോഴല്ലേ കിട്ടൂ. ഇനി എന്റെ മോൾക്ക് രാജയോഗ. ദേ, ആ നയനക്കായതുകൊണ്ടേ ഇയാള് വലിയ നക്കാപ്പിച്ചയായിരിക്കും കൊടുക്കുക. ഹിപ്പവളങ്ങ് വായട്ടെ, കുറച്ചു കഴിഞ്ഞാലേ എന്റെ മോളായിരിക്കും ഇവിടെ രാജ്ഞിയായി വാഴാൻ പോകുന്നത്. അവൾമാരൊക്കെ മോളുടെ തോഴിമാരും. അന്നേരം രണ്ടിനെ ഇട്ട് കഷ്ടപ്പെടുത്തണം. അതേ അമ്മേ, എനിക്ക് ആ നയനാന്ന് പറയുന്നവളെ എന്റെ കാലിനടിയിലിട്ട് ചവിട്ടി മെതിക്കാനുള്ള ദേഷ്യമുണ്ട്. അതൊക്കെ നടക്കും മോളെ. ദേ, ഈ നയനയ്ക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച തന്നെയായിരിക്കും ഇയാൾ കൊടുക്കാൻ പോകുന്നത്. അവനവന്റെ നിലയ്ക്കും വിലക്കും അനുസരിച്ചല്ലേ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പൊ ദേവേനെ ദേഷ്യപ്പെട്ട മുത്തശ്ശന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ അവൾക്ക് ആവശ്യമില്ലാത്ത ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്? ആവശ്യമില്ലാതെയോ? ആര് പറഞ്ഞു ആവശ്യമില്ലാതെയാണെന്ന്? ഇപ്പൊ അച്ഛൻ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പുതിയൊരു മരുമകൾ ഇവിടെ കാര്യം വന്നിട്ടില്ലേ, അനാമിക മോള്. അനാമിക മോൾക്ക് അച്ഛൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അതിന് അനാമിക മോളുടെ ഭാഗത്ത് നിന്നും എനിക്ക് പ്രശംസിക്കാനായിട്ട് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ അതിനർത്ഥം എന്റെ മോൾ ഒന്നിനും പറ്റാത്തവളാണെന്നാലേ. അപ്പൊ ജയൻ പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അനാമികയുടെ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അച്ഛൻ ഉദ്ദേശിച്ചത് നയന മോളെ കൊണ്ട് കമ്പനിക്ക് ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നയന അതിൽ നിന്നും ഒരംശം പോലും ഇന്ന് വരെ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അപ്പോ അച്ഛന് നയനയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നി. അതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അജയൻ പറയുന്നുണ്ട്, അതെ, ആവശ്യമില്ലാത്ത അനാമികയുടെ അമ്മ വെറുതെ ഓരോന്ന് കാട് കയറി ചിന്തിക്കണ്ട. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്തായാലും എന്റെ മോൾക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മരുമകൾക്കാണല്ലോ ഇത് കിട്ടുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പം കാണില്ല. എന്നാലും അജയേട്ടാ, നിങ്ങളുടെ മകന്റെ ഭാര്യയല്ലേ എന്റെ മോള്, എന്നിട്ടും നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നതാ കഷ്ടം. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, ഈ കാര്യത്തിൽ ചൊല്ലി ഇവിടെ ഒരു തർക്കം വേണ്ട. ഞാൻ നയനമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിത്തന്നിട്ടാ. ആ കുട്ടിക്ക് എനിക്ക് ഇന്ന് വരെ അങ്ങനെയൊന്നും കൊടുക്കാൻ തോന്നിയിട്ടില്ല. നമ്മുടെ കമ്പനിക്ക് നയനമോൾ മുഖേന ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒന്നും അല്ല കിട്ടിയത്, കോടിക്കണക്കിന് ലാഭമാണ്. അതുകൊണ്ട് നയനമോൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ഒരിക്കലും അത് കൂടിപ്പോകില്ല. അതുകൊണ്ട് ഇതേ ചൊല്ലി ആരും തമ്മിൽ തർക്കം വേണ്ട. പിന്നെ അനാമികയെ പോലെ തന്നെയാണ് നവ്യയും. നവ്യയ്ക്കും ഞാൻ ഇവിടെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. നയനമോളെ പോലെ വലിയ രീതിയിൽ കഴിവ് തെളിയിക്കണം എന്നൊന്നും അല്ല പറഞ്ഞത്. നയനമോൾക്ക് ഡിസൈൻ വരയ്ക്കാൻ മാത്രമല്ല കഴിവ്, അല്ലയുടെ വസുന്ധരെ. അതെ, നയനമോൾ ഉണ്ടാക്കുന്ന ഡിസൈനിൽ മാത്രമല്ല മോളുടെ മനസ്സും ശുദ്ധമാണ്. അങ്ങനെ മനസ്സ് നന്നായി നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വിജയം ഉറപ്പാ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അമ്മേ, മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഈ കിളവനും കിളവിക്കും അവളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും 100 നാക്കാ. അതേസമയം തന്നെ ആദർശ നയനിയും അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഇതാണ് മുത്തശ്ശൻ വെച്ച ഗിഫ്റ്റ് ബോക്സ്. അതെ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അവന്റെ കയ്യിൽ കണ്ടില്ലേ ഒരു കുഞ്ഞു ഗിഫ്റ്റ്, അവക്കർഹിക്കുന്നതല്ലേ അവക്ക് കിട്ടൂ. വല്ല വാച്ചോ മറ്റോ ആയിരിക്കും. അപ്പൊ അഭി പറയുന്നുണ്ട്, അമ്മേ, വില കൂടി എന്തെങ്കിലും വാച്ചായിരിക്കോ? ആണെങ്കിൽ ഇപ്പൊ എന്താ, ആ കുഞ്ഞു ഗിഫ്റ്റ് ബോക്സിനകത്തിരിക്കുന്നതല്ലേ അവക്ക് കിട്ടൂ. മോനെ അഭി, ഞാൻ ഇത് നേരത്തെ ഊഹിച്ചതാ, എന്തായാലും നമുക്കല്ല എന്നുള്ളത്. നമുക്കെങ്ങനെ കിട്ടാനാ? അതേസമയം രേവതി അനാമികയോട് പറയുന്നത്, ദേ, ആദർശന് കയ്യിലുള്ള ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ടോ? ഞാനെന്തായാലും ഇത്ര ചെറുതൊന്നും പ്രതീക്ഷിച്ചില്ല.
അതെ അമ്മേ, ഞാനും ഇതെന്തോ വാച്ചോ മറ്റോ ആണെന്നാ തോന്നുന്നത്. അപ്പൊ ആദർശനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ബോക്സിങ് തന്നേ മോനെ. അങ്ങനെ ആദർശ അത് മുത്തശ്ശന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോളെ, മോളുടെ ആ കൈയൊന്ന് ഐശ്വര്യമായിട്ട് നീട്ടിക്കേ. വസുന്ധരെ, എന്താ ഇത് നമുക്ക് രണ്ടുപേർക്കും മോക്ക് കൊടുക്കാലോ? എന്തിനാ ഞാൻ, ഇദ്ദേഹം തന്നെ അത് മോൾക്ക് കൊടുത്തോളൂ. ആ എന്നാലും താനും കൂടി കൂടരോ, മോൾക്കൊരു സന്തോഷമാകട്ടെ. അപ്പൊ ആ നയന പറയുന്നുണ്ട്, ആ മുത്തശ്ശ, ഇത് എനിക്കുള്ള ഗിഫ്റ്റാണോ? അതെ, ഇപ്പോഴും മോക്ക് മനസ്സിലായില്ലേ ഇത് മോൾക്കുള്ള ഗിഫ്റ്റാണെന്ന്. അതേസമയം തന്നെ നയനയുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ പൊളിച്ചു നോക്കട്ടെ, അവസാനം ബോധം കെട്ട് വീഴാതിരുന്നാ മതി. അതെ അമ്മേ, ചിലപ്പോൾ എന്തെങ്കിലും വില കൂടിയ വാച്ചോ അങ്ങനെ വല്ലതും ആയിരിക്കാം അല്ലേ അമ്മേ? ആകുമെന്ന് വിശ്വസിക്കാം. അത് തന്നെ, അല്ലാതെ ഈ ചെറിയ ബോക്സിൽ എന്തിരിക്കാനാ? അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചേർന്നിട്ട് നയനയ്ക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആദർശന് മനസ്സിലാകുന്നുണ്ട്, അല്ല മുത്തശ്ശൻ ഇപ്പം എന്താ ഇതിലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്? പുറത്തൊരു പുതിയ കാറ് കിടക്കുന്ന കണ്ടല്ലോ. ആ, ഇനി നയനയ്ക്ക് മുത്തശ്ശൻ കാറ് ഗിഫ്റ്റ് കൊടുക്കാണോ? ആഹാ, അങ്ങനെയാണെങ്കിൽ ഇത് നയനയ്ക്ക് വലിയ സർപ്രൈസ് ആകുമല്ലോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾ ഇതൊന്നും തുറന്നു നോക്ക്. അങ്ങനെ നയന ആ ബോക്സ് തുറന്നു നോക്കാട്ടോ. ബോക്സ് തുറന്നപ്പോൾ തന്നെ അതിൽ നിന്നൊരു കീ ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് ഉയർത്തി പിടിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആദർശം ഇങ്ങനെ മനസ്സിക്കരുത്, അപ്പോൾ ഞാൻ കണ്ടത് തന്നെ കാര്യം, ഭാഗ്യം നയനയോടൊന്നും പറയാഞ്ഞത്. ആ കീ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് അന്തം വിട്ട പോലെ നിൽക്കുവാട്ടോ. അതേസമയം അനാമിക രേവതിയോട് പറയുന്നുണ്ട്, അയ്യോ ഇതെന്താ അമ്മേ, എന്തിനോ കീ ആണല്ലോ, ഇനി അവൾക്ക് ഈ വീടങ്ങ് എഴുതി കൊടുത്തോ? ഏയ് അതിന് വഴിയില്ല. അപ്പൊ പിന്നെ ജ്വല്ലറിയുടേതായിരിക്കോ? ഏയ് ഇത് കണ്ടിട്ട് എന്തോ വാഹനത്തിൻ്റെ എന്നാ തോന്നുന്നത്. വാഹനോ? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾക്ക് ഇതെന്താന്ന് മനസ്സിലായോ? ഇത് കാറിന്റെ കീയല്ലേ മുത്തശ്ശ? അതെ, മോൾ അവിടുന്ന് വരുമ്പോൾ കാറ് കണ്ടിരുന്നോ? ആ, ഞാനൊരു പുതിയ കാർ അവിടെ കിടക്കുന്ന കണ്ടു. ആ, ഇനി ആ കാറ് മോൾക്കുള്ളതാ. ഇത് കേട്ടപ്പോൾ തന്നെ അനാമികയുടെ കണ്ണ് തള്ളി പോവാൻ കേട്ടോ. എല്ലാവരും കാറിന്റെ അടുത്തേക്കാണ് നോക്കുന്നത്. ആ കാറിന്റെ വലിപ്പയും കാറിന്റെ പൈസയൊക്കെ കണക്കൂട്ടിയപ്പോൾ ആകെ എല്ലാവരും ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ മോളെ, ഇത് മോൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, മോളുടെ വീട്ടുകാർക്കും കൂടി ഉപയോഗിക്കാനുള്ളതാ. അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് യാത്ര ചെയ്ത് ഇവിടം വരെ വരാൻ. അതുകൊണ്ട് മോളുടെ വീട്ടുകാർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ദേവേനയ്ക്ക് ദേഷ്യം പിടിക്കാട്ടോ. അപ്പോൾ ദേവേനെ പറയുന്നുണ്ട്, അച്ഛാ, കാശിന് ഗതിയില്ലാതെയാ ആ ഗോവിന്ദനും തനകയും ഇവൾമാരെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിച്ചത്. അവർ ചെയ്ത വഞ്ചനയ്ക്ക് പകരമായിട്ട് അച്ഛൻ ഇത്രയും വിലപിടിപ്പുള്ള കാർ അവർക്ക് കൊടുക്കുന്നു. അച്ഛാ, അവർ ബസ്സിനോ ഓട്ടോയിലോ എങ്ങനെയാച്ചാ വരട്ടെ, അത് അവരുടെ നിലയും വിലയും അനുസരിച്ചല്ലേ. അതിനെന്തിനാ നമ്മൾ അത് കണക്കിലെടുത്ത് കാറൊക്കെ കൊടുക്കുന്നത്? ഇത് നയനമോൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത കാറാ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നയനമോൾ തന്നെ തീരുമാനിക്കും. ആ കാര്യത്തിൽ ദേവ്യാൻ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ആദർശേ, നിന്റെ തീരുമാനം എന്താ? നയനയ്ക്ക് കൊടുത്ത കാറല്ല അച്ഛാ, അതുകൊണ്ട് നയന എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് വീട്ടിൽ കൊണ്ടിടുന്നതാ നല്ലത്. നന്ദുവിനാവുമ്പോൾ കാർ ഓടിക്കാനും അറിയാം, ഇടയ്ക്ക് നമ്മൾ ആവശ്യത്തിനും എടുക്കാലോ. അതെ, കേട്ടല്ലോ ദേവ്യാനി, നിന്റെ മോൻ്റെ അഭിപ്രായം. ഇനി മോളുടെ അഭിപ്രായം എന്താ? മുത്തശ്ശ, എന്തിനാ മുത്തശ്ശ ഇപ്പം എനിക്ക് കാറൊക്കെ? മോൾ ഇങ്ങനെ പറയുന്നത് എനിക്കും വസുന്ധരയ്ക്ക് അറിയാം. അത് മോളുടെ നല്ല മനസ്സ്. എങ്കിലും മോൾ ഇത് സ്വീകരിച്ചേ പറ്റൂ. ആ സമയത്ത് തന്നെ രേവതിയോട് അനാമിക പറയുന്നത്, കണ്ടില്ല അമ്മേ, ആ കിളവൻ കൊടുത്ത ഗിഫ്റ്റ്. അച്ഛൻ നമുക്ക് വാങ്ങി തന്നത് വെറും 12 ലക്ഷത്തിന് കാറ്. 50 ലക്ഷത്തോളം വരും ഈ കാറിന്റെ വില. ഇത്രയ്ക്കൊന്നും കിട്ടാനുള്ള അർഹത അവക്കില്ല. ഇതിന് നമുക്ക് പ്രതികാരം വീട്ടണം മോളെ. നമ്മളെ മനഃപൂർവ്വം മാനം കിടുത്തുവോ ഇവര്. പക്ഷെ മോളെ, നമ്മളൊന്ന് പതുങ്ങിയിരിക്കുന്നത് നല്ലതാ. ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മളെ കള്ളകരാരെങ്കിലും പിടിച്ചാൽ പിന്നെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അമ്മേ, എന്നാലും നമ്മൾ എത്രയും ഗതിയില്ലാത്ത ഇവൾക്ക്. മോളെ, അങ്ങനെ പറയാൻ വരട്ടെ, അവളുടെ അച്ഛനും അമ്മയും വല്ലപ്പോഴും ജോലി എടുത്തെങ്കിലും നക്കാപ്പിച്ച ഉണ്ടാക്കുന്നുണ്ടോ? നിന്റെ അച്ഛൻ അങ്ങനെ ജോലിയെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? വീട്ടിലിരുന്ന് എങ്ങനെ ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കാം, ഇതല്ലേ നിന്റെ അച്ഛൻ്റെ വിചാരം? എന്തൊക്കെ സ്വപ്നമായിരുന്നു എന്നറിയാം അമ്മ എനിക്ക്. എല്ലാം ഇവള് കാരണം എന്റെ മനസ്സ് എന്നെ നശിച്ചോണ്ടിരിക്കുക അമ്മേ. ഓക്കെ, ഇനി നല്ല കിടിലൻ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ സമ്മാനം അവർക്ക് കിട്ടിയതിൽ ഒരുപാട് പേർക്ക് അസൂയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് ജാനകിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇനി നല്ല കിടിലൻ എപ്പിസോഡാണ്. അതായത് അനാമികയെ കൊണ്ട് എന്തെങ്കിലും കഴിവ് തെളിയിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.